ഇവിടാണ് നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നത്തെ എവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മനുഷ്യന് നമസ്കാരം. നമസ്കാരം. അലക്സാണ്ടർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗേന്ദ്രരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ നിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ തസ്മൈ നകാരായ നമഃ ശിവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആദിയാണ്. നാഗ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം മാർച്ച് 8-ാം തീയതി ശിവരാത്രിയാണ്. അപ്പം ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ശിവരാത്രി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ദിവസം പൂർണ്ണ വ്രതത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അപ്പം ശിവൻ എന്ന് പറയുമ്പോഴത്തേക്കും ധ്യാനം, യോഗ അല്ലെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ശരീരത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും പിന്നെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റി മുൻപോട്ട് നല്ലൊരു ജീവിതം നയിക്കാനും ഒക്കെ സഹായിക്കും, അല്ലേ? അപ്പം നമുക്ക് ഒരു പുതിയ യന്ത്രം താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ശിവനേത്രം എന്നാണ്, ശിവനേത്രം അല്ലേ പേരിട്ടിരിക്കുന്നത്. അപ്പം അത് ആൾക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനും പിന്നെ അതെന്താണ്, എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ ആ രീതിയിൽ ശിവനേത്രം പൂജിച്ച് അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ച് പോവുകയാണെങ്കിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. മഹാശിവരാത്രി ശിവൻ അന്ന് യോഗികളുടെ ഇടയിലും സാധന ചെയ്യുന്നതോടൊപ്പം ശിവൻ അന്നത്തെ ദിവസം നമ്മളുടെ ഒപ്പം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് നമ്മൾ അത്രയേറെ ഇതാവും. അത്രയും ഫീലിംഗ് ആണ് മഹാദേവൻ്റെ ആ ഒരു പ്രസൻസ്. ഒരു സാധനയിലുള്ളവർക്കറിയാം അദ്ദേഹം അതിൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. ഭഗവാൻ നമ്മുടെ ഒപ്പം ഇരുന്ന് ധ്യാനം ചെയ്യുന്നതിലൊരു ഫീലിങ്ങും അതിൻ്റെ എനർജിയും ഭയങ്കര വലുതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം നമ്മളിലൂടെ കടന്നുപോയി കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാകും. ശരിക്കും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ശിവനാണ്. നമ്മുടെ സ്വഭാവം ശിവൻ, നമ്മുടെ രൂപം ശിവനാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ പറയുന്നത് ശിവ കോൺഷ്യസ് എന്നല്ലേ, മൊത്തം ശിവബോധമാണ്. നമ്മൾ ധ്യാനം ചെയ്ത് നമ്മൾ സാധന എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? നമ്മുടെ സ്വഭാവമായിട്ട് നമുക്ക് ലയിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ സ്വഭാവമായിട്ടിരിക്കുന്നതാണ് സ്നേഹം അല്ലേ, 2 ശാന്തി, ആനന്ദം. ഇതാണ് നമ്മുടെ സ്വരൂപം. ശിവൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടും സംതൃപ്തിയാണ്. തൃപ്തരായ നമുക്ക് വേറെ ഒന്നിനോട് ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ തൃപ്തിയാണ്. മുക്തിയിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ധ്യാനം പരിശീലിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ വലിയ വലിയ ഡ്രീംസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ധ്യാനമൊക്കെ മൈൻഡ് ഒന്ന് ഫോക്കസ് ചെയ്ത് പോകാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ ധ്യാനമൊക്കെ നിത്യേന പരിശീലിച്ച് വരുമ്പോൾ ഇവരുടെ സ്വപ്നം ചെറുതായി വരും. ഇവർ പുള്ളി സംതൃപ്തരുമാണ്, ഇവരുള്ളിൽ തൃപ്തി കിട്ടുകയാണ്. അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് തൃപ്തിയാണ്. ഈ സൃഷ്ടി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഷ്യസ് ആണ്. ഈ ബോധമാണ് ശിവൻ്റെ. ഈ ബോധവും ഈ ഒരു സ്വരൂപമാണ് നമ്മൾ. ഈ ശിവനെന്ന് നമ്മുടെ ഉള്ളിലെ നേച്ചറാണ്. അപ്പം ഈ മഹാശിവരാത്രിയിൽ നമുക്ക് ഈ സ്വരൂപമായിട്ട് അടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ കർമ്മം, നമ്മൾ എന്താണോ നമ്മുടെ ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലേ, മനസ്സിനും ഈ ശരീരത്തിനും എല്ലാം ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളെ മറികടന്ന് നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ തടഞ്ഞു നിർത്തി പല കാര്യങ്ങളുണ്ട് ഈ മൈൻഡിൻ്റെ. ഇതിനെല്ലാം നമുക്ക് പൊട്ടിക്കാനായിട്ടുള്ളൊരു ടൈമാണ് മഹാശിവരാത്രി. കാലമാണ്, സമയമാണ്. കാലഭൈരവൻ്റെ പ്രവേശനമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. കാല മീൻസ് സമയം. നമുക്കിപ്പം ഇവിടെ ഒരു ടൈമുണ്ട്, ഇവിടെ ഒരു സ്പേസും ഉണ്ട്. പക്ഷെ നമ്മൾ കുറേ സമയം ധ്യാനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈമില്ല. നമ്മൾ എവിടെ ഇരിക്കുന്ന സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ബോധമില്ല, മൈൻഡും ബോഡിക്കും അപ്പുറമാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടിയെ നമ്മളൊരു തരത്തിൽ ലേനം ചെയ്യുകയാണ് ഇങ്ങനെ. അതുകൊണ്ട് മണിക്കൂറുകളോളം നമുക്ക് കടന്നു പോകുന്ന അറിയുന്നില്ല, ഒരു തോട്ടില്ല, അപ്പം ടൈമും ഇല്ല, സ്പേസും ഇല്ല. സംസാരം എന്ന് പറയുന്നത് ശിവൻ കേട്ടിട്ടല്ലേ? സംസാരസാരം ഭുജഗേന്ദ്രഹാരം. സംസാരം മീൻസ് ശിവൻ സംസാരയാണ്, ഒരിക്കലും വാസന കർമ്മയല്ല. സംസാരം എന്ന് പറയുമ്പം ഇപ്പം സന്യാസിമാർ സന്യാസം എന്തിനാണ് സ്വീകരിക്കുന്നത്? അവരൊന്നിനോടും അറ്റാച്ച്ഡ് ഇല്ല, അവർ സംസാരയിലാണ്, മുക്തിയിലാണ്. അവർ ഡിറ്റാച്ച്ഡ് ആണ് എല്ലാത്തിനോടും. ശിവനിലേക്ക് എത്തുമ്പോൾ നമ്മൾ സംസാരമാണ് സംഭവിക്കുന്നത്.
ഇപ്പം നമ്മുടെ മറ്റേ പല സിദ്ധന്മാരും അവരുടെ തിരുമൂല മന്ത്രം എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പം അതിൽ മന്ത്രത്തിൽ തന്നെ അവർ പറയുന്ന കാര്യം, ശിവൻ ഇപ്പം നമ്മൾ എന്ത് കൊടുത്താലും, കർപ്പൂരവും ആരതിയും അതുപോലെ എന്ത് വേണേലും പുഷ്പം എന്ത് കൊടുത്തോ, ശിവൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷമാകുന്നില്ല. ശിവൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. ശിവൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഐ ആം നോട്ട് എ ബോഡി, ഐ ആം നോട്ട് ഈവൻ ദ മൈൻഡ്. വ്യക്തിബോധം വിട്ടിട്ട് ഞാനെന്നുള്ള ബോധം വിട്ട് എപ്പോഴാണോ ശിവനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, അപ്പോൾ ശിവൻ്റെ ഊർജ്ജം മുഴുവനായിട്ട് പ്രകടമാവും. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുപ്പിക്കുന്ന ഒരു രാത്രിയാണ് മഹാശിവരാത്രി. അന്ന് നമ്മൾ ധ്യാനം പരിശീലിക്കും. നമ്മുടെ ബൗണ്ടറീസ് നമുക്ക് വേറിടുകയാണ്. നമ്മുടെ ബോഡിയുടെ മൈൻഡിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വരാൻ പറ്റുള്ളൂ, ആത്മാവിൻ്റെ സ്വരൂപത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ശാന്തിയും ആനന്ദവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ളതാണ്. അത് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ളിലാണ്. അതിൻ്റെ പൂർണ്ണ സ്വരൂപമാണ് ശിവൻ എന്ന് പറയുന്നത്. ആ സ്വരൂപത്തിലും നമ്മുടെ വ്യക്തിബോധത്തിലും ഇരിക്കാൻ പറ്റുന്ന ഒരവസരമാണ് ശരിക്കും മഹാശിവരാത്രി. ഏറ്റവും അനുഗ്രഹീയപ്പെട്ടുള്ളതാണ്. പറയുന്ന ആ ഒരു യന്ത്രം അതെങ്ങനെയാണ് നമ്മുടെ മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണത് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ശിവന് നമുക്കറിയാം ഒരു മൂന്നാം കണ്ണുണ്ടെന്നുള്ള കാര്യം. അദ്ദേഹം തൃക്കണ്ണനാണല്ലേ. അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ സൃഷ്ടി മുഴുവനും സംഭാരമായി പോകുമെന്ന് പറയുന്നത്. ശരിക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അല്ലേ, സംഭാരം, സൃഷ്ടി സ്ഥിതി സംഭാരം എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ സൃഷ്ടി ഈ മൂന്നാം കണ്ണെന്ന് വെച്ചാൽ എന്താണ്, മുക്തിയിലേക്കുള്ള മാർഗമാണ്, മോക്ഷമാണ്, കർമ്മമില്ലായ്മയാണ് അവിടെ. ശിവന്റെ നേത്രം എന്ന് പറയുന്നത് മൂന്നാം കണ്ണ്. എപ്പോഴും നമ്മുടെ മനുഷ്യനും 7 ചക്രങ്ങളാണുള്ളത്. മൂലാധാര തൊട്ട് സഹസ്രാരം വരെയാണ് നമ്മുടെ ചക്രങ്ങളും അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്നത്. ഈ ചക്രങ്ങളുടെ എല്ലാം ഊർജം നിയന്ത്രിക്കുന്ന ഒരേ ഒരു ചക്രമാണ് ആജ്ഞ. ഈ ആജ്ഞയിലൂടെയാണ് നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഒരു വ്യക്തി അവൻ്റെ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആജ്ഞയിലൂടെയാണ്, തേടയിലൂടെയാണ്. അതിനാണ് മൂന്നാം കണ്ണെന്ന് പറയുന്നത്. അപ്പം ഈ നേത്രം എന്ന് പറയുന്നത് വളരെ ശക്തീകരിച്ച ഒന്നാണ്. ഈ സൃഷ്ടിയിലൊരു വ്യവസ്ഥയുണ്ട്, എപ്പോഴും ഒരു യന്ത്രരൂപേണയുണ്ട്, യന്ത്രമുണ്ട്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ അറിയാൻ സാധിക്കും, നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ഒരു രീതിയിലൊരു ത്രികോണാകൃതിയിലായിരിക്കും പണിഞ്ഞിരിക്കുന്നത്. അതൊരു രീതിയിലെ ചക്രങ്ങൾ. എല്ലാ ക്ഷേത്രങ്ങളും ധ്യാനം പരിശീലിക്കാൻ പറ്റുന്നൊരു മാർഗമാണ്. അവിടെ ഇരുന്ന് ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വരൂപം, ഞാൻ പറഞ്ഞ ശിവസ്വരൂപമായിട്ട് പെട്ടെന്ന് അടുക്കുവാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ധ്യാനം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇവിടെ നിന്നുണ്ടാകുമ്പോൾ അതിന് മണിക്കൂറുകൾ വേണമായിരിക്കും അതിലേക്ക് സ്പന്ദനം അടിക്കാൻ, സ്നേഹവും ആനന്ദവും ശാന്തി അടിക്കാൻ. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്, ഒരു മൊബൈൽ കുത്തിയിടുന്ന പോലെ ആ സ്വരൂപം നമ്മുടെ സ്വരൂപമായിട്ട് വേഗം അടുക്കും. അപ്പോൾ അതിനൊരു രീതിയുണ്ട്. അവിടെ വാസ്തു വളരെയേറെ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യ ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൽപ്പനപ്പെടുത്തിയിരിക്കുന്ന ആ ഡിവൈൻ എൻറ്റിറ്റി എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ആ രീതിയിലായിരിക്കും അവിടെ രൂപീകൽപ്പനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ പവർ ഉണ്ടാകും. അപ്പം ഓരോ ചക്രങ്ങൾക്കും ഓരോ പവറുണ്ട്. അപ്പം നമ്മളൊരു രൂപീകൽപ്പന, ഒരു യന്ത്രത്തിൻ്റെ രീതി എപ്പോഴും വളരെ ത്രികോണം എന്ന് പറയുന്ന രീതി, ത്രികോണത്തിന് പല രീതികളുണ്ട്. നമുക്ക് ഈ കുണ്ടലിനി ശക്തി ഉണ്ടല്ലോ, നമ്മുടെ ഈ കുണ്ടലിനി ശക്തി മന്ത്രരൂപേണ മാത്രമല്ല ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നത്. ധ്യാനത്തിൽ പാറ്റേൺസ് ഉണ്ട്, അതിന് പല പല തലങ്ങളുണ്ട്. യന്ത്ര രൂപകൽപ്പന പാറ്റേൺസ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളത്. ആ ഒരു പാറ്റേണിലൂടെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ചക്രങ്ങളുള്ളിൽ നിന്ന് പൊട്ടും. അത്രയേറെ പവർഫുള്ളാണ്. മന്ത്രത്തിനെക്കാട്ടി പവറാണ് പാറ്റേൺസിന്. ഈ പാറ്റേൺസ് തന്നെയാണ് പല രീതിയിലും പല ആകൃതിയിലും എന്താക്കിയത് ഓരോരുത്തരും ആ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ പിരമിഡ് മെഡിറ്റേഷൻ, ഒരു പിരമിഡ് എന്ന് പറയുന്ന ഒരു എനർജി കോൺസെൻട്രേഷനാണ്. ശരിക്കും ശിവരൂപം അടങ്ങുന്നത് ഈ ആകൃതിയിലാണ്. ആജ്ഞ ഇവിടെ വന്നു, ആജ്ഞയിൽ ശിവൻ ഇരിക്കുന്നു, ഈ നാഡിയിൽ സൂര്യൻ ഇരിക്കുന്നു, ഇവിടെ എന്ത് ഇരിക്കുന്നു? ചന്ദ്രൻ ഇരിക്കുന്നു. ഇതിങ്ങനെ ബന്ധിപ്പിച്ചാൽ മതി. ഇത് ഒരു ത്രികോണമാണ് നമ്മുടെ രൂപം പോലും. ധ്യാനം ചെയ്തൊരു വ്യക്തി, ഒരു യോഗിയെ ശ്രദ്ധിച്ചാൽ മതി. യോഗി എപ്പോഴും അവൻ്റെ രൂപം അവന് മൊത്തമായിട്ടും ഒരു രീതിയിലേക്ക് ധ്യാനത്തിൻ്റെ ആഴമേറിയ അവസ്ഥയിൽ ഈ ശരീരം വിടാം, മഹാസമാധിയിലേക്ക് വന്ന അവസ്ഥയിൽ അവൻ്റെ ശരീരം മുഴുവനും ത്രികോണാകൃതിയിലേക്കായി മാറും. ഇത് എനർജി ഒരു സ്ഥലത്തിൽ ബന്ധിപ്പിക്കുക നമ്മൾ. ഇതിനെ അറിഞ്ഞുകൊണ്ടാണ് ശ്രീചക്രം പല രീതിയിലുള്ള യന്ത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പലരും കൊടുക്കും. പവറാണ്, അൾട്ടിമേറ്റ് പവറാണ്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ശ്രീചക്രത്തിൽ ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പം തന്നെ ആജ്ഞ കയറി എന്താവും, അവിടെ അറ്റൻഷനാവും. പിന്നെ നമുക്ക് കൊടുക്കുന്ന സങ്കല്പമാണ് അവിടെ ആ എനർജി റിസീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നോക്കുന്ന സമയത്ത് കുണ്ടലിനി ആക്ടിവേറ്റ് ആയി ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ എനർജി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, ഗുരുവായൂരപ്പൻ്റെ അരികിലേക്ക് നമ്മൾ 1 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പേ നമുക്ക് എനർജി കിട്ടിത്തുടങ്ങും. ആ ക്ഷേത്രത്തിൽ അതുപോലെയാണ് രൂപകൽപ്പനപ്പെടുത്തി ഗുരുവായൂരപ്പനെ ഇരുത്തിയേക്കുന്നത്. അത്രയേറെ പവറാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വരൂപം ഒരു 3 സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ രൂപം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തേജസ് നമ്മളിലേക്ക്, അതൊരു വ്യവസ്ഥയാണ്.
അപ്പോൾ നമ്മൾ നേത്രം എന്ന് പറയുന്നത് നമ്മൾ ആജ്ഞയിൽ എന്ത് ചെയ്യും, നമ്മളൊരു എനർജൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നമ്മളൊരു രീതിയിൽ നമ്മുടെ മനുഷ്യ ചക്രങ്ങളെ 3 ചക്രങ്ങളെ ബന്ധിപ്പിക്കും. മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂര്, ഇതിലാണ് നമ്മുടെ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു കാര്യം നോക്കാം മാം, ഒരു വ്യക്തിയുടെ ജന്മം, ഒരു ജന്മചക്രം, ഇപ്പോൾ ഓരോ സോളിനും ഓരോ ഏജ് ഉണ്ടല്ലേ. ഒരു ഏജ് ഇപ്പോൾ സോൾ എപ്പോഴും ഒരു മായയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവസാന ജന്മമായിരിക്കും സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത്. പിന്നെ അവരെല്ലാം കൊണ്ടും ആനന്ദം, അതുകൊണ്ടല്ലേ പൂർണ്ണമത പൂർണ്ണമിതം അല്ലേ പൂർണ്ണസി. നമ്മൾ ആ ഒരു എല്ലാ വേദവും വേദാന്തിയും എല്ലാം പറയും. നമുക്ക് പൂർണ്ണമായ ഒന്നിനെ അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കുന്ന ചിലവരെങ്ങനെ ജന്മജന്മാന്തരമായി ജീവിതത്തിൽ ജീവിച്ച് പലതും മനസ്സിലാക്കി അറിഞ്ഞ് പിന്നീടാണ് അറിയുന്നത് എല്ലാം മായയാണ്, ഒന്നിനും തൃപ്തിയില്ല എന്നുള്ളത്. തൃപ്തിയായ ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണെന്നുള്ളത്. ബ്രഹ്മപദമാണ് സംതൃപ്തമായ ഒന്നെന്ന് മനസ്സിലാക്കും. ആ ബ്രഹ്മപദത്തിലേക്ക് വരുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന മായയെ മനസ്സിലാക്കി ഓരോ സോൾ ഓരോ ഏജിലാണ് എത്തുന്നത്. പല സോളുകളും എത്തി നിൽക്കുന്നത് സുഷുമയിലായിരിക്കും. അതുകൊണ്ടാണ് പ്രാണൻ മൂലാധാരയിലാന്ന് പറയുന്നത്. പക്ഷേ ഈ ജന്മം സ്പിരിച്വലി ഹൈ ആവാൻ നിൽക്കുന്ന സോളുകൾ എവിടെ നിൽക്കുന്നത്? അനാഹതയിലാണ് അവരുടെ പ്രാണൻ നിൽക്കുന്നത്. അനാഹത ചക്രയിലാണ് ഊർജ്ജം നിൽക്കുന്നത്. അപ്പം ഇതിന് രണ്ടും നമ്മുടെ ഇതിൽ വരും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ നമ്മുടെ തത്വത്തിൽ പറയും. വിഷ്ണുവാണ് ശരിക്കും പരിപാലനം, ഈ ഇതിൻ്റെ രൂപകൽപ്പനയാണ്, സ്പിരിച്വൽ ജേണിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ സുഷുമ നാഡിയിലുള്ള പ്രാണനെ എപ്പോഴും അനാഹതയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. ചില സോളുകൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 21 വയസ്സിന് ഇടയിൽ തന്നെ അവരുടെ ചക്രങ്ങൾ എന്തായിരിക്കും അനാഹതയിൽ ബന്ധപ്പെടും. അത് ഓട്ടോമാറ്റിക്കലി കുണ്ടലിനി ശക്തി ഉണരുന്നതാണ്. അവർക്കൊരു സാധനയും വേണ്ട. എന്നുവെച്ചാൽ അവർ കഴിഞ്ഞ ജന്മം അവരതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഒരു ചക്രങ്ങൾക്ക് വയസ്സുണ്ട്. നമ്മുടെ ഈ ശരീരം വളരുന്നതനുസരിച്ച് തന്നെ 12, 21 വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ബാക്കി മുകളിലോട്ടുള്ള ചക്രങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആവാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും യന്ത്രത്തിൽ നിന്ന് ശക്തി എടുക്കാൻ പറ്റും. അതിനെല്ലാ യന്ത്രങ്ങളും 3 ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചെയ്യുന്നത്. ദേവി എങ്ങനെ താഴോട്ടുള്ള ചക്രങ്ങളാണ്. ദേവി ഒരിക്കലും ത്രികോണം മുകളിലോട്ടായില്ല, താപ്പോട്ടായിരിക്കും. ദേവി എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള 3.5 ചക്രങ്ങൾ, അനാഹതയുടെ പകുതി തൊട്ട് മണിപ്പൂരക, സ്വാധിഷ്ഠാനം, അതുപോലെ തന്നെ മൂലാധാര. ദേവം വരുന്ന എങ്ങനെ അനാഹതയുടെ മുകളിലോട്ട്, അനാഹതയുടെ പകുതി വിശുദ്ധി, ആജ്ഞയും. ഇതിത്രയാണ്. ഇതിത്ര ഒരു രൂപകൽപ്പനപ്പെടുത്തിയാണ്. ശിവൻ എന്ന് പറയുന്നത് എന്താണ്? 6ാം പടിയും താണ്ടി ശിവനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുള്ളൂ. ഈ 6 പടികളിലേക്ക് പോകാൻ 6 ചക്രങ്ങൾക്കും സാധനയുണ്ട്. ഈ 6 ചക്രങ്ങളും 6 സാധന ചെയ്താണ് നമ്മൾ ദർശനം ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പർട്ടിക്കുലറായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ബ്രാഹ്മിയിൽ കുറച്ച് നാളായിട്ടുള്ള യന്ത്രവ്യവസ്ഥയിൽ ശിവനേത്രം ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ആദ്യഘട്ടത്തിലുള്ള ആൾക്കാർ കഴിഞ്ഞു, അവർ പോയി. രണ്ടാമത് ഞാൻ ബ്രാഹ്മിയിൽ കഴിഞ്ഞ ഒരു അമാവാസി ദിനത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഈ പൂർണ്ണാക സാധനയിൽ അറ്റൻഡ് ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ത്രികോണ ഷേപ്പിൽ ഭസ്മം കൊണ്ട് രൂപകൽപ്പനപ്പെടുത്തിക്കോ. ഭസ്മം കൊണ്ട് രൂപകൽപ്പനപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഏത് ഡ്രീംസ് ആണോ അന്ന് ഞാൻ എൻ്റെ പ്രസൻസിലിരിക്കാം, ഞാൻ അവിടുന്ന് എനർജി നൽകാം, നിങ്ങൾ എന്ത് ഡ്രീം വെച്ചോ അത് മാനിഫെസ്റ്റ് ആവുമെന്ന്. അപ്പോൾ അതിലും അദ്ദേഹം പറഞ്ഞായിരുന്നു, ആ അമാവാസി കഴിഞ്ഞ് 1 മാസം തികയുന്നതിൻ്റെ മുമ്പേ 5 വർഷം കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിങ്ങിന് വേണ്ടി നടക്കുകയായിരുന്നു. അത് അവർക്ക് നടന്നു കിട്ടി. അത് ഭൗതിക തലത്തിൽ എന്തും നടക്കും, അതെനിക്ക് ഉറപ്പാണ്, സിമ്പിളാണ്. പക്ഷേ ഞാനൊക്കെ എനർജി കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതാണ്, ഊർജ്ജ തലത്തിൽ പലതും ചെയ്യുന്നതാണ്. പല രഹസ്യങ്ങളുണ്ട് മാം. രഹസ്യങ്ങൾ ഞാനിപ്പം നമ്മളത് പറയുന്നില്ല, അത് പല രീതിയിലുണ്ട്. എന്നാൽ പോലും ഈ ഒരു എനർജിയുടെ പല കൺട്രോൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഈവെൻറ്റിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈവെൻറ്റിലെല്ലാം ത്രികോണത്തിൽ പല രീതിയിലും പല നാഗങ്ങൾ കാണും. അതൊരു ഭംഗിക്ക് വേണ്ടി വരയ്ക്കുന്നതല്ല, ഒരു ഭസ്മം കൊണ്ട് വരയ്ക്കുന്നതിൽ പോലും അവിടെ ആകാശ തത്വത്തിൽ നമ്മുടെ 5 എലമെൻസിൽ ഏറ്റവും ടോപ്പിക്ക് ആകാശ തത്വത്തിൽ ഇത് രൂപീകൽപ്പനപ്പെടും. അതിൻ്റെ പവർ വന്നു തുടങ്ങും. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? ഒരു കല്ലിലേക്ക് രൂപകൽപ്പനപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് കല്ലും രൂപമാണ്. ഗുരുവായൂരപ്പനെ കാണുമ്പോൾ കല്ലിൻ്റെ രൂപം, കൃഷ്ണശില, നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസ് കൊണ്ട് നമുക്ക് അവിടെ ഭഗവാനോടുള്ള ഭക്തിയുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ ആകാശ തത്വത്തിൽ അവിടെ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളെക്കാട്ടിൽ ഉയർന്ന തലത്തിലെ ഊർജം കൊണ്ട് അവിടെ നിൽക്കുവാണ് ആകാശ തത്വത്തിൽ. അപ്പോൾ പലതും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന് സുഷുമയെന്ന് ഊർജ്ജത്തെ എടുത്ത് അനാഹത വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? പലതും ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ശിവനേത്രവും ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശിവനേത്രത്തിൽ ഇപ്പോൾ ശിവനേത്രം ഇതാണ്. ഇപ്പം ശിവനേത്രം, ഇപ്പം ഇത് നേത്രം, ഇത് ത്രികോണ ആകൃതിയാണല്ലേ. ഇപ്പം ഈ ശിവനേത്രത്തിൽ ഇതിന് എനർജി ഉണ്ട്, ഇത് കോൺസെൻട്രേഷൻ ചെയ്തതാണ്. ഇത് ഭയങ്കര പവർഫുള്ളായിട്ട് ഇതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? ധ്യാനം തന്നെ സംഭവിക്കും. ഇതിലിരുന്നുകൊണ്ട് ഇതിൻ്റെ രീതിയുണ്ട്, പാറ്റേൺസ് ഉണ്ട്, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് മന്ത്രയോഗയിലൂടെ, ആദ്യം മന്ത്രയോഗ, അതിനുശേഷം ഞാൻ പറഞ്ഞു കുണ്ടലിനിക്ക് പലതായിട്ടുള്ള
പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഈ പാറ്റേണിലൂടെ എന്ത് ചെയ്യണം, അതിനെ നമ്മളൊന്ന് നമ്മുടെ ചക്രങ്ങളെ, ഓരോ ചക്രങ്ങളെ ഉണർത്തിക്കൊണ്ട് അതിൻ്റെ അടുക്ക പോകണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തിരിക്കുക. നമ്മുടെ ഏത് സ്വപ്നമാണോ അത് അമാവാസിയുടെ അന്നോ അതുപോലെ തന്നെ പൗർണമിയുടെ അന്നോ ഇതിനോട് സങ്കല്പം കൊടുക്കുക. ഇപ്പം ഞാനും മാമും സംസാരിക്കണം വളരെ ഇതായിട്ടല്ലേ, നമ്മളെക്കാട്ടിൽ ഉയർന്ന തലത്തിൽ ഊർജ്ജമായിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. അതിന് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട. ഇത് നമ്മുടെ ഉള്ളിലെ ആ ഡിവൈനിറ്റി കൊണ്ടുവരാനായിട്ടുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ഭയം, നമ്മുടെ സ്വപ്നങ്ങൾ നടക്കുമെന്നുള്ള ഭയം, നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ സംസാരിക്കാനുള്ള ആ ഒരു ഫിയർ, നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ ഈഗോ, അത് നമ്മൾ ഒരിക്കലും സ്നേഹത്തിലേക്ക് എടുക്കും. ഈഗോ കൊണ്ട് ഒരിക്കലും നമുക്ക് സ്നേഹം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമില്ല. നമുക്ക് ഒരു സ്വപ്നം പ്രസൻറ്റിൽ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ച് നേടാൻ പറ്റുന്നില്ല. പ്രസൻറ്റിൽ ഹാപ്പി ചെയ്യുന്നതിനല്ലേ മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം നടക്കുന്നുണ്ട്, എനിക്ക് നടക്കുന്നില്ല എന്ന് ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ അടിക്കുകയാണ്. അവിടെ നമുക്കൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മളെ ഹാപ്പി, ഇതെന്ന് വെച്ചാൽ എനർജി എന്താണ്? എനർജി നമ്മളിൽ വരുന്ന ചേഞ്ചസ് ആണ്. എനർജി എപ്പോഴും ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി മുഴുവനായിട്ട് ടെൻഷൻ, ഡിപ്രഷൻ, ആൻസൈറ്റി ഇതുപോലെ അതിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹം ധ്യാനം ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഇതിൽ നിന്നൊക്കെയുള്ള മാറ്റമാണ്. ഇപ്പം നെഗറ്റീവ് ഹാബിറ്റ്സ്, മദ്യപാനം, പുകവലി, ഇതെല്ലാം എനർജി ലോസ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർക്ക് വലിയ തലങ്ങളൊന്നും സ്പന്ദിക്കാൻ പറ്റില്ല. ഇത് എനർജിയാണ്, ഇത് എനർജി പോയിൻ്റാണ്. ശിവനേത്രം, ആജ്ഞാചക്രത്തിലിരിക്കുന്ന ശിവൻ്റെ ഊർജ്ജം ഇതിൻ്റെ അടുത്ത് നിന്ന് ധ്യാനം ചെയ്യുമ്പം ആ പവറാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്വപ്നവും നടക്കാത്തത് അമാവാസിയും പൗർണമിയും ഊർജ്ജം കൊണ്ട് ഹൈ ആയി നിൽക്കുമ്പോൾ ഇത് ആകാശ തത്വത്തിൽ മാനിഫെസ്റ്റ് ആയതുകൊണ്ടും അവിടെ ഒരു സങ്കല്പം കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഡിപ്രഷൻ ഇല്ല, ഡൗട്ട്സ് ഇല്ല, ഒന്നുമില്ല. ഓൾറെഡി നടന്നു പോകാം. മൈൻഡ് എന്താണ്, ഇത് കൺട്രോൾ ചെയ്യുവാണ്. ശരിക്കും മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ അഫർമേഷൻ അല്ലേ പറയുന്നത് പലപ്പോഴും. ഇതിൻ്റെ അടുത്തിരുന്ന ഒരു അഫർമേഷനും വേണ്ട. ആ അഫർമേഷൻ, ആ ഊർജ്ജം നടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഒരാൾ വഴക്ക് പറഞ്ഞു, ഇത് ഉദാഹരണം, ഒരാൾ വഴക്ക് പറഞ്ഞു, അത്രയും ചീത്ത പറഞ്ഞു, നമ്മൾ വേണ്ടപ്പെട്ട ആൾ തന്നെ, നമ്മൾ അത്ര ഡിപ്രഷനിലായിരിക്കും. നമുക്കൊരു കാര്യത്തിന് വേണ്ടി അത്ര എനർജീസോട് നിൽക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് ധ്യാനം ചെയ്താൽ വീണ്ടും എനർജി ഹൈ ആണ്. ഒരു ക്ഷേത്രം എന്താണോ ആ ക്ഷേത്രത്തിന് തുല്യമാണ് ശിവനേത്രം. ഇത് ശിവശക്തിയുടെ ഒരാകൃതി, ശിവൻ്റെ ശക്തി ആവാഹിച്ചു വെക്കുന്ന രീതി. ഇത് കണ്ട 3 ചക്രങ്ങൾ, മൂലാധാര, സ്വാധിഷ്ഠാന, അതേപോലെ തന്നെ മണിപ്പൂരക. മണിപ്പൂരക വരെ നമ്മൾ ഊർജ്ജം കൊണ്ട്, അതുകൊണ്ടാണ് മന്ത്രയോഗയിലൂടെ ഇതിനെ എനർജൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നേത്രം, ആജ്ഞ, ഇവിടാണ് നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നത്തെ എവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മനുഷ്യനായി ജീവിക്കാൻ, ശിവബോധത്തെ ജീവിക്കാനായിട്ടുള്ള പവറാണ് ഇതിലുള്ളത് ശരിക്കും ശിവനേത്രത്തിൽ. ഓ, ശിവനേത്രം അത് നമ്മൾ ഇതാക്കില്ല, ഇളക്കതല്ല. ഇത് നേത്രത്തിൽ കണ്ടോ, അത് ശിവനേത്രം ആകൃതിയില്ല. പിന്നെ നമ്മളിത് പരിപാലിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ പൂജാമുറിയിലാണോ വെക്കേണ്ടത്? പരിപാലനം നമ്മളെപ്പോഴും ഇതൊരു പവറുള്ളതാണ്. അപ്പം ഇതൊരു പൂജാമുറി, ഒരു പവിത്രീകപ്പെട്ട സ്ഥലത്ത് വെക്കും. ഇതിൻ്റെ അടുത്ത് ധ്യാനം ചെയ്യാനുള്ളതല്ലേ, ഇതിൽ എനർജി ഉണ്ട്. ഇത് ലോസ് ആവത്തിലേക്ക് നമ്മൾ പരിപാലിക്കും. ഇപ്പോൾ ഒരു 10 മീറ്ററോ അല്ലെങ്കിൽ 10 അടിയൊക്കെ മാറിയിരുന്ന് ഭക്ഷണമാണെങ്കിൽ പോലും കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഇത് പരിപാലിക്കും. ഇതിനെ ശല്യപ്പെടുത്താതിരിക്കും. ഇതൊരു പവറാണ്. ഇതൊരു ക്ഷേത്രത്തിൽ നമ്മൾ ദേവൻ എങ്ങനെയാണ് ആ രീതിയിൽ പരിപാലിക്കുക. ബ്രാഹ്മിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മ മഹേശ്വര അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര, അപ്പം ആ ഒരു ആരാധനയിൽ ശരിക്കും പറഞ്ഞാൽ ഏത് തലത്തിലൊക്കെയാണ്, പല തലങ്ങളിൽ, 4 തലങ്ങളിൽ അല്ലെങ്കിൽ പല മാർഗങ്ങളും ഒക്കെയാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പം അതെങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? മാം, യോഗയുടെ മാർഗത്തിൽ ഏറ്റവും എല്ലാ പരിശീലനവും ഒന്നിലേക്കുള്ള മാർഗമാണ്. ഒന്നെന്ന് പറയുന്നത് ബ്രഹ്മമാണ്. സിദ്ധന്മാർ പറയുന്ന പോലെ അണ്ടവും പിണ്ടവും ഒന്ന് തന്നെ. ഈ പിണ്ടമാവുന്ന നമ്മൾ അണ്ടത്തിലേക്ക് ലയനം ചെയ്യാനായിട്ടുള്ള മാർഗമാണ് യോഗ, ധ്യാനം എല്ലാം പറയുന്നത്. അതൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ബ്രാഹ്മിയിൽ ഓരോ ദിവസവും പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം തന്നെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിലാണ്. ഗുരുവിൽ നിന്നൊരു ഇൻട്രസ്റ്റ്, ഒരു ദീക്ഷ കിട്ടി, സാധന ചെയ്തു, മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നു, ഇങ്ങനെ പോകുന്നു. പല രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കും. നമുക്ക് ഈ ലോകത്തിനപ്പുറം വേറെ പ്ലാനറ്റിലുള്ളത് പോലും സ്പന്ദിച്ചറിയുവാണ്. അപ്പം ഈ മാറ്റത്തിൽ ഞാനൊരു വേദം വായിച്ചിട്ടില്ല, ഒരു ഉപനിഷത്ത് വായിച്ചിട്ടില്ല, പക്ഷേ ഒരു രീതിയിലുള്ള ഒരു ബ്രഹ്മസൂത്രം വായിച്ചിട്ടില്ല. പക്ഷേ ധ്യാനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ മനസ്സിലായതാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണെന്നുള്ളത്, ബ്രഹ്മപദമാണെന്നുള്ളത് തന്നെ മനസ്സിലായതാണ്. എൻ്റെ ഗുരു പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റായിട്ടുള്ള ഈ പരമാനന്ദം എവിടെ നിന്ന് സംഭവിക്കുന്നെന്ന് നമ്മൾ തേടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒന്നായിട്ടിരിക്കുന്നതാണ് ഞാനെന്നുള്ളത്. ശിവൻ്റെ യോഗയും ശിവൻ്റെ മാർഗവും ഇത് തന്നെയാണ്. ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പ്രാണൻ എടുത്തു. ഈ ഗർഭം, ഈ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ സൃഷ്ടി എന്താണ്? ബ്രഹ്മാവാണ്. ഈ സൃഷ്ടിയിലുള്ള നമ്മൾ ബ്രഹ്മാവിൻ്റെ അംശം, അതാണ് സുഷ്മയിൽ നിൽക്കുന്ന പ്രാണൻ. നമ്മൾ സ്പിരിച്വൽ സീക്കിങ്ങിൻ്റെ സമയത്ത് എവിടെയാണ്? നാരായണനാണ്.
വിഷ്ണുവിലാണ്, നമ്മൾ ആത്മീയ അന്വേഷണത്തിലാണ്. അതാണ് നമ്മൾ നാരായണത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്, പരിപാലനപ്പെടുത്തി. ആ പരിപാലനം എങ്ങോട്ടാണ്? ഈ യാത്രയിലാണ്, ഞാനെന്നുള്ളതിലേക്ക്. അത് മഹേശ്വരൻ എന്താണ് എത്തുന്നത്? മഹേശ്വരനാണ് ശിവൻ, ബ്രഹ്മം. അതാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. പരബ്രഹ്മം എന്ന് പറയുന്നത് ശിവനാണ്, ബ്രഹ്മപദമാണ്. അപ്പം ശിവയോഗിയും ഈ 4 മാർഗങ്ങളാണ്. ശിവയോഗയുടെ ആദ്യ മാർഗമാണ് മന്ത്രയോഗ. മന്ത്രയോഗയ്ക്ക് ശേഷമാണ് നാദയോഗ. ഒരു വ്യക്തി മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും സാധന ചെയ്യുമ്പോഴാണ് മന്ത്രയോഗ. ഇത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ധ്യാനം ചെയ്ത് പരിശീലിച്ച് വരുന്ന സമയം നമുക്ക് എന്തുണ്ടാകും? അനാഹതയിലേക്ക് പ്രവേശനം കിട്ടുന്ന സമയം നമ്മുടെ ചെവികളിലൂടെ നാദം കേൾക്കും, മണിനാദം കേൾക്കും. നമ്മൾ ഓംകാരം ധ്വനിച്ചു തുടങ്ങും. ഈ ഓംകാരത്തിൽ നമ്മൾ ലയനം ചെയ്തായിരിക്കും ധ്യാനം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നാദക്കുന്നിൽ പോയത്. മിസ്ട്രിക്കലായിട്ടൊരു നാദക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ മാം പോകണം. തമിഴ്നാട്ടിലാണ്, ധർമ്മേശ്വര എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചെന്ന സമയം ഞാൻ അവിടെ അടുക്കുന്ന സമയത്തോളം ഓം ധ്വനി കേൾക്കുകയാണ്. അപ്പം ഞാൻ ധ്യാനത്തിൻ്റെ ആഴമേറിയ അവസ്ഥയിലും പോകുന്നുണ്ട്. എന്നാലും ഞാൻ അത്ര അൺകോൺഷ്യസ് ആയിട്ടില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ ഊട്ടിക്ക് വന്ന യാത്രയായിരുന്നു നമ്മുടെ സദ്ഗുരു ബ്രഹ്മൻ്റെ അരികിലേക്ക്. പെട്ടെന്ന് മലക്കുന്ന് കണ്ടു, അങ്ങോട്ട് കയറാൻ ഇങ്ങനെ ഞാൻ പറയല്ലോ, ഓരോ ഇതും അതൊരു ഇതില്ല, പിരമിഡിൻ്റെ ഷേപ്പിലാണ് മല. അപ്പോൾ എൻ്റെ ആത്മയിൽ ഇങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രമാണ്, അവിടെ രുദ്രനാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നി. ഞാൻ തിരിച്ചു വിട്ടു വണ്ടി. 10 കിലോമീറ്ററോളം അടുത്തുണ്ടായിരുന്നു. എന്നാലും പോയി വഴി ചോദിച്ചു. അവിടെ ആരും ഇല്ല ക്ഷേത്രത്തിൽ. അതിൻ്റെ ഒരു 14 അടിയൊക്കെ മണ്ടയ്ക്കോട്ട് ഒരു ഓംകാരം കേൾക്കണം. അപ്പോൾ ഞാൻ കണ്ണുറന്ന് ആദ്യം നോക്കി, ഇനി ഇവിടെ വല്ലതും മറ്റേ ബോട്ട്സും എല്ലാം വെച്ചിട്ടുണ്ടോ, ഈ ബോട്ട്സ് ആണോ എന്നുള്ളത്. നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയം നമുക്ക് ഈ 2 ചെവിയും കേൾക്കില്ല. ഈ നാദം കേട്ടോ അനാഹതയിലേക്ക് പ്രവേശനം കേൾക്കും, നമ്മുടെ ഈ 2 ചെവി അടയും. അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ കൊട്ടിയാൽ പോലും അറിയില്ല, ഈ ചെവിക്ക് പ്രവേശനമില്ല. അപ്പോൾ ഈ നാദം കേട്ട്, അപ്പോൾ ഈ ഓംകാരം എന്ത് ചെയ്യും? ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അനാഹതയുടെ ആ കുന്നിൽ ആ ശബ്ദമുണ്ട്, അവിടെ രുദ്രനാണ്, രുദ്രൻ്റെ അലർച്ചയാണ് നമ്മൾ നാദം എന്ന് പറയുന്നത് ശരിക്കും. അപ്പം ഈ അനാഹതയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് മണിനാദം കേൾക്കും, ഓംകാരം കേൾക്കും. അപ്പോഴാണ് നമ്മൾ നാദയോഗ പരിശീലിക്കുന്നത്. ഈ നാദയോഗയുടെ പരിശീലനത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ആജ്ഞയിലേക്ക് കയറുന്ന സമയത്താണ് നമ്മൾ രാജയോഗ പരിശീലിക്കുന്നത്. രാജയോഗ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരുന്നുകൊണ്ട്, കണ്ണ് തുറന്നാണ് നമ്മുടെ പരിശീലനം. അപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഈ നാദമാണ്. നമുക്കൊരു ഇൻസ്ട്രക്ഷനും ഇല്ല, പുറത്തുനിന്നൊരു ഗൈഡൻസ് ഇല്ല, എങ്ങനെയാണ് പ്രാണായാമം ചെയ്യുന്നത്, ഒന്നുമില്ല. കണ്ണ് സാധാഗതിയിൽ നമ്മൾ ഇരിക്കുന്ന സമയം സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ ധ്യാനത്തിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ഒന്ന് ഏകാന്തം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നാദയോഗ കേട്ടു തുടങ്ങും. അതിനുശേഷം നമ്മുടെ വിധിയാണ്. ബ്രഹ്മസൂത്രത്തിൽ ആദിശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളതുപോലെ അത് ഒരു വിധിയാണ്. ഞാനതൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ആദിശങ്കരാചാര്യൻ്റെ അടുത്ത് ഇരുന്ന സമയം എന്നിലേക്ക് മാത്രം, ഞാൻ രാജയോഗയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് എൻ്റെ ധ്യാനത്തിൻ്റെ പരിശീലന സമയം. അപ്പം ഞാൻ ആദിശങ്കരൻ്റെ കാൽപാദങ്ങളിൽ ഇരുന്ന സമയം ഞാൻ നാക്ക് പൊക്കുകയാണ്, അറിയാതെ പൊങ്ങുകയാണ്. അപ്പം എനിക്കറിയില്ല, ഈ പല്ലിൻ്റെ ഈ വശത്തായിട്ട് ഒരു കുഴിയുണ്ട്. ഈ കുഴി അങ്ങനെ അങ്ങനെ വരുന്നതല്ല. ബ്രഹ്മയോഗയിൽ ബ്രഹ്മത്തിലേക്ക് പോകാൻ ആ ഒരു ടൈമിൽ കൊടുക്കുന്നതാണ്. രാജയോഗയുടെ പരിശീലനത്തിൻ്റെ എൻഡിൽ വരുന്നതാണ്. ഈ പല്ലിൻ്റെ ഇടയിലൂടെ നമ്മൾ നാക്ക് ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടം വരെ ഈ നാക്കിൻ്റെ നീളം വരും. ഇവിടെ വന്ന് ലോക്ക്, ഈ പൈനൽ ഗ്രന്ഥി എന്ന് പറയുമല്ലോ, ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തും. ഇവിടെ ഉള്ള അണ്ടാവിൻ്റെ കുഴിയല്ല, ഇവിടെ ഒരു കുഴി നമുക്ക് വരും. ഈ കുഴി കൂടി വന്ന് ഇവിടെ ഇരിക്കും. ഇങ്ങനെ ബ്രഹ്മയോഗ നമ്മൾ പരിശീലിക്കും. ഗുരു അപ്പോഴാണ് ദീക്ഷ നൽകുന്നത്. ഇപ്പോഴാണ് ഞാൻ ആ ദീക്ഷ നൽകുന്നത്, ബ്രഹ്മയോഗി. ബാക്കിയുള്ളവരൊന്നും ദീക്ഷയില്ല. ആ രാജയോഗയുടെ പരിശീലനം കഴിഞ്ഞ് ബ്രഹ്മയോഗയിലോട്ട് ഈ ദീക്ഷ കൊടുക്കും. എന്തിന്? ഇത് പൊങ്ങാൻ. ഇങ്ങനെ നമ്മൾ ഒരു വേരിയസ് ആയിട്ടുള്ള മുദ്രയുണ്ട് ബ്രഹ്മയോഗയ്ക്കുള്ള. ഇതിൽ നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രാണനെ മൂലാധാരയിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യും? അപ്പോഴത്തേന് രാജയോഗ പരിശീലിക്കുന്ന ഒരാൾ ആജ്ഞയിലാണ് പ്രാണൻ ഇരിക്കുന്നത്. ഇവിടെ ഒന്നും പ്രവേശനം, ഒരു ചക്രങ്ങളും ഇല്ല, ആജ്ഞയിലാണ് മൊത്തമായിട്ട് ഊർജം. അപ്പം രാജയോഗയുടെ ഘട്ടത്തിലൂടെ നമ്മൾ നാക്ക് പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യും? ഈ പ്രാണനെ മുഴുവനായിട്ടും വെടിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ബ്രഹ്മം, ഈ ഉച്ചി നമ്മൾ കണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ അവിടെ ഒരു ഉച്ചി കാണും. ഈ ഉച്ചിയിലൂടെ എന്ത് ചെയ്യും? ഈ പ്രാണനെ വെടിയും. ഉച്ചിയിലൂടെ എന്ത് ചെയ്യും? ഈ പ്രാണനെ പൂർണ്ണമായിട്ടും നമ്മൾ വിടും. അപ്പോഴാണ് നമ്മൾ ആത്മാവിൻ്റെ കരുണരൂപം സർപ്പമാണെന്ന് പറയുന്നത്. ഈ ശരീരവും ഈ ബോഡി എല്ലാം ഇരിക്കുന്നല്ലോ, നമ്മൾ ഈ ബ്രഹ്മത്തിലേക്ക് പോകുന്നത് ഒരു സർപ്പം എങ്ങനെയാണോ എഴയുന്നത് അതുപോലാണ് പോകുന്നത്. സമാധി സ്റ്റേറ്റ്, അതിന് മഹാസമാധി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. നമ്മൾ എന്താണോ അൾട്ടിമേറ്റ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകുന്ന മാർഗം. ആത്മാവിൻ്റെ കരുണരൂപം സർപ്പമാണെന്ന് പറയാനുള്ള കാരണം
ഇതാണ്, ഇങ്ങനെയാണ് ഈ ചാനലിലൂടെയാണ് പോകുന്നത്. അപ്പോഴത്തേനും ഇവിടെ നമുക്ക് തുറക്കും. മാം കണ്ടല്ലോ ഇപ്പോൾ ഈ മാറ്റം തന്നെ ശ്രദ്ധിച്ചു. ഞാൻ മുടി വളർത്തി കെട്ടി ഞാൻ മൊട്ട അടിച്ചെന്തിന്? ഈ സാധനയുടെ പരിശീലനമാണ്. ഞാൻ ബ്രഹ്മയോഗിയിലേക്ക് പോകാനായിട്ടുള്ള ദീക്ഷ കൊടുക്കാനായിട്ടുള്ള പരിശീലനത്തിനും അതിൻ്റെ തപസ്സിലുമാണ് ശരിക്കും അതിലേക്കുള്ള മാർഗം. ശിവയോഗ എല്ലാവരും പരിശീലിക്കേണ്ട ഒന്നാണ്. ഇതെനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശമാണ്. ഇത് ഞാൻ മറ്റുള്ളവർക്ക് പരിശീലിപ്പിക്കും. അത് മന്ത്രയോഗ, നാദയോഗ, രാജയോഗ, ബ്രഹ്മയോഗ, ഈ 4 ഘട്ടത്തിലൂടെയാണ് കടന്നു. ഈ 4 നാഡികളുമാണ്. ഒന്ന് സുഷുമ്ന നാഡി, ചന്ദ്രനാഡി, സൂര്യനാഡി, അതിനുശേഷം വരുന്ന ബ്രഹ്മനാഡി. ഇതിലൂടെ കടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇതിനെ മന്ത്രയോഗം. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ പോലിൻ്റെ വ്യവസ്ഥയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ പൊട്ടുന്നിട്ടില്ലേ, ഗുണ്ട്, പടക്കം പൊട്ടും. എന്താ ഈ പൊട്ടെന്ന് വെച്ചാൽ നാദം കേൾക്കുകയാണ്. നമ്മൾ മന്ത്രയോഗയിലൂടെ കടന്ന് ഒറ്റ പൊട്ടലായിരിക്കും. ഇപ്പം ഞാനൊക്കെ ധ്യാനത്തിന് ആദ്യ പരിശീലന സമയത്ത് കുറച്ച് ധ്യാനം പരിശീലനം എൻ്റെ ചെവി രണ്ടും അടഞ്ഞു തുടങ്ങുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ വലിയ വെള്ളം വരും ചെവിയിലൂടെ. അപ്പം ഞാനപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അസുഖമൊന്നും ചിന്തിക്കുന്നില്ല. അതിനുശേഷം 2 ചെവികളും പൊത്തി അടഞ്ഞു പോകും. വല്ലാത്ത അവസ്ഥ. അതിനുശേഷം വലിയ കറ പോലെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് നാദത്തിലേക്കുള്ള തുടക്കമാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ എന്ത് ഈ അമിട്ട് പൊട്ടുന്ന പോലെ ഈ ക്ഷേത്രങ്ങളിൽ ഗുണ്ട് പൊട്ടിക്കുമല്ലോ, അതുപോലെ 3-4 പൊട്ടലിന് ശേഷമാണ് നമ്മൾ മണിനാദം കേട്ടു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഓംകാരം ജ്വലിച്ചണം. ഓമാണ് ഈ സൃഷ്ടിയുടെ ശബ്ദം. ഓ ഈ ഒരു ഇതിൽ നമ്മളങ്ങ് ലയിച്ചു പോകും. പിന്നീടാണ് രാജയോഗം സംഭവിക്കുന്നത്, പിന്നെയാണ് ബ്രഹ്മയോഗം സംഭവിക്കുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാം. ബ്രാഹ്മിയിൽ ഇത് പരിശീലിപ്പിക്കുന്നുണ്ട്. ഇത് സൗജന്യമായി തന്നെയാണ് എല്ലാവർക്കും പരിശീലിപ്പിച്ച് മുന്നോട്ട് മന്ത്രയോഗയും നാദയോഗയും രാജയോഗയും എന്നിലൂടെ വന്ന് പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പരിശീലിപ്പിക്കാനും പറ്റും. ഇത് നമ്മുടെ ശിവൻ്റെ മാർഗത്തെ എല്ലാവർക്കും അറിയിക്കാനായിട്ടുള്ള മാർഗമാണ്. അദ്ദേഹം സംഭാരമാണ്, അദ്ദേഹം മഹേശ്വരനാണ്. അതിലേക്ക് എത്താനായിട്ട് ബ്രഹ്മയോഗിയുടെ ദീക്ഷ മാത്രം ഞാൻ കൊടുക്കുകയും മറ്റുള്ളവർക്ക് അത് പരിശീലിപ്പിക്കാനായിട്ട് ബ്രാഹ്മിയിൽ വരികയും അവർക്കും പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ശിവയോഗയിലൂടെ. മഹാശിവരാത്രിയായിട്ട് നമ്മൾ ഈ ഒരു പുതിയ കാര്യമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ശിവയോഗ മറ്റുള്ളവരിലേക്ക് പരിശീലിപ്പിക്കുന്നത്. ഇത് ബ്രഹ്മത്തിലേക്ക് അൾട്ടിമേറ്റായിട്ട് എന്താണോ ഈ മായാലോകത്തിൽ നിന്നൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് എല്ലാത്തിലും. ഇപ്പോൾ ഏതൊരു വ്യക്തി, ഇപ്പം ഞാൻ എങ്ങനെ ജീവിച്ചാലും എൻ്റെ നേച്ചർ എനിക്ക് മനസ്സിലാവാതെ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. ഇത് പരിശീലിക്കുമ്പോൾ വ്യക്തിബോധമാണ് കിട്ടുന്നത്. ദീക്ഷയില്ല മാം. ഇത് നമുക്ക് മന്ത്രയോഗയിൽ തുടങ്ങാം. എല്ലാം ഒരു പരിശീലനമുണ്ട്. മന്ത്രയോഗം 21 ദിവസം, അതുപോലെ തന്നെ നാദയോഗം 21 ദിവസം, രാജയോഗ 21 ദിവസം, അതിനുശേഷം ബ്രഹ്മയോഗ. ഇതെല്ലാം പരിശീലന ദിവസമുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഇഷ്ടമാണ്. ഇപ്പം രാജയോഗയിൽ വരെ എത്തി നിൽക്കുന്നു. രാജയോഗയിൽ എത്തി നിൽക്കുന്ന വ്യക്തി പൂർണ്ണമായിട്ടും ആത്മയിലാണ്, ആത്മബോധത്തിലാണ്. ആ വ്യക്തിയോട് വേറൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ വ്യക്തിക്ക് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. പൂർണ്ണമായിട്ടും ഈ അവിടെ അത്രയേറെ ആനന്ദമല്ലേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊരു കർമ്മത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. ഫുള്ള് സംസാരയിലായിരിക്കും. ആ വ്യക്തി പിന്നെ പ്രാണൻ പോകുന്ന രീതിയെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശീലന ക്രമം ഓരോരുത്തർക്കും. ഇപ്പം ഒരു വ്യക്തി സാധാ ലെവൽ എല്ലാവരും പറഞ്ഞു നമ്മളോട് പറയാറുണ്ടല്ലോ, ഒരു ജീവൻ എടുത്ത് നമ്മളൊരു കുഞ്ഞാണെങ്കിൽ പോലും ജീവൻ എടുത്തു കഴിയുമ്പോൾ അവൻ പരിശീലന ഘട്ടത്തിലൂടെ പോകണം. മന്ത്രയോഗയിലൂടെ, നാദയോഗയിലൂടെ, രാജയോഗയിലൂടെ. ഒരു സാധാഗതിയിൽ ഒരു 20 വയസ്സ് 30 വയസ്സ് എല്ലാവരും എന്ത് ചെയ്യണം, നാദയോഗയെങ്കിലും എത്തി നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കർമ്മഭൂമിയിൽ, കർമ്മക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും ഭൗതികത്തിൽ സൃഷ്ടിച്ചുകൊണ്ടും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വിച്ച് ഇട്ടതുപോലെ ഒരു ഗുരുവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ബ്രഹ്മയോഗയിൽ ബ്രഹ്മപദത്തിൽ ലയനം ചെയ്യും. ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങിയിട്ട് വലിയ കാര്യമില്ല. ഈ ചക്രം ഇങ്ങനെ മായയാവുന്നു. അതിലേക്കാട്ടിൽ ഉപരിയായ നമ്മുടെ ഒരു തലമുണ്ടെന്നും ബ്രഹ്മപദമുണ്ടെന്നും അവിടെ ലയനം ചെയ്യാനായിട്ടുള്ള മാർഗമാണ് ശിവയോഗ. ശരി, ഈ ശിവയോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ കുടുംബം നയിക്കുന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും സാധിക്കുന്നതാണല്ലോ? സാധിക്കും. ശിവയോഗ ശരിക്കും നമ്മുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അനാഹതയിലേക്ക് ഒരു പ്രവേശനം കിട്ടണമെങ്കിൽ ഒരു വ്യക്തി ഒരു 17 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ മണിപ്പൂരൊക്കെ വരെ 12 വയസ്സിലോളം ആക്ടിവേറ്റ് ആവും. അതിനുശേഷം 17 വയസ്സിലാണ് പൂർണ്ണനാവുന്നത്. അപ്പോൾ 18 വയസ്സ് തൊട്ട് ഉള്ള ആൾക്കാർക്കെല്ലാം പരിശീലിക്കാം. അത് അവരുടെ വേഗതയാണ്. ഒരു വ്യക്തിയുടെ കർമ്മം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, സഞ്ചിതകർമ്മം, പൂർവികർമ്മം. കർമ്മം എന്ന് പറയുന്നത് നേച്ചർ, ആത്മാവിൻ്റെ തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ ഏതാണ്, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നുള്ള ഇതാണ്. ഇത് നമ്മളെ ഒരിക്കലും ഡിവൈനായിട്ടുള്ള പോസിറ്റീവ് എനർജീസ് റിസീവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതിനെത്ര വ്യക്തി സമർപ്പണത്തോടുകൂടി എനിക്കത് വേണം, ആ സമർപ്പണ ഭാവത്തോടുകൂടി ആ ഒരു അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്നായിരിക്കും റിസൾട്ട് ഉണ്ടാകുന്നത്. നാദയോഗയൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ്. ഇതാണ് ധ്യാനം, ഇതാണ് ഓംകാരത്തിൻ്റെ മാർഗം, ഇതാണ് പരബ്രഹ്മം, ഇതാണ് ശിവയോഗയുടെ രീതി.
മെസ്സേജാണ് നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു മഹാശിവരാത്രി അല്ലേ, ഒരു പുണ്യമായൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ശിവനേത്രം അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആദ്യം നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ പലയിടത്തും യാത്ര ചെയ്ത് പല കാര്യങ്ങൾക്കും പോകുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഹാശിവരാത്രി ഓൺലൈനായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഓഫ്ലൈനായിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഓഫ്ലൈനായിട്ട് 25 പേർക്കാണ് നടത്തുന്നത്. 25 പേർക്ക് നടത്തും. പക്ഷെ 25 പേരും ഫുള്ളായി. ഇപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അത് 3-4 ദിവസത്തിനകത്ത് 25 പേരായി. ഇനിയിപ്പം ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. മറ്റേതായിപ്പോയല്ലോ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ. അപ്പം ഇതുവരെ വീഡിയോ കിട്ടുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.